ഹലോ നമസ്കാരം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ സ്റ്റോറി ആയിട്ട് പറയാൻ പോകുന്നത് നമ്മുടെ മഴത്തോരു മൊബൈലിൽ ഇനി വരാനിരിക്കുന്ന ഒരു നല്ലൊരു എപ്പിസോഡിൻ്റെ സ്റ്റോറിയാണ്. അതായത് അലീനയും ബാലചന്ദ്രനെയും അതുപോലെ നമ്മുടെ മനുവിനെയും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ്. അലീനയുടെ ജീവിതത്തിലൊരു വഴിത്തിരിവാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക്. അതിൻ്റെ ഒരു സ്റ്റോറിയാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്റ്റോറി മുഴുവനായിട്ട് കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. എന്നാൽ നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അങ്ങനെ വൈജയന്തിക്ക് ഇങ്ങനെ ഒരു ആക്സിഡൻ്റ് ഒക്കെ സംഭവിക്കുന്നുണ്ട്. അതിനുശേഷം വൈജയന്തിയെ നോക്കുന്നതും പരിചരിക്കുന്നതും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഒക്കെ അലീനയാണ്. പക്ഷേ അലീനയോട് ഒട്ടും തന്നെ വൈജയ്ക്ക് സ്നേഹമൊന്നും വരുന്നില്ല കേട്ടോ. ഒരു ഹോം നേഴ്സ് അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ അലീന ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള ഒരു സത്യം അലീനയോടുള്ള ദേഷ്യമൊക്കെ വൈജയുടെ മനസ്സിൽ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ അലീനയുടെ സഹായം ആവശ്യമാണ് തന്നെ. അങ്ങനെ അലീനയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതും അലീനയാണ് വൈജയ്ക്ക് ബ്ലഡ് കൊടുക്കുന്നതും ഒക്കെ. പക്ഷെ അതിനൊക്കെ ശേഷം വൈജ ഏകദേശം സുഖപ്പെട്ട് വരാനൊക്കെ ആയിട്ടുണ്ട്. ആ സമയത്ത് വീണ്ടും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അലീനയ്ക്ക് മേലെ ഒരുപാട് പ്രഷർ വരുന്നു, ബാലചന്ദ്രന് മേലെ ഒരുപാട് പ്രഷർ വരുന്നു, അലീനയോട് ഭയങ്കര ദേഷ്യം വരുന്നു എല്ലാവർക്കും. അങ്ങനെ ഗത്യന്തരമില്ലാതെ ബാലചന്ദ്രന് അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുക കേട്ടോ. അലീനയെ ഇനി അവിടെ നിർത്തുന്നില്ല. ഇനി കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോവണ്ട, അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാം എന്നുള്ള ഒരു തീരുമാനം ബാലചന്ദ്രൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അലീനയെ പറഞ്ഞയക്കുന്നത് തന്നെ എങ്ങോട്ടേക്കാണ് എന്നുള്ളതൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ അലീനയെ എറണാകുളത്തേക്ക് പറഞ്ഞയക്കുന്നുണ്ടാകും എന്നാണ് മനുവൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് കേട്ടോ. പക്ഷേ ബാലചന്ദ്രൻ്റെ തീരുമാനം അതൊന്നുമല്ല. ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് അലീനയുടെ അച്ഛനായ സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ള കേട്ടോ, ലാലിച്ചൻ്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലി അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പം 2 ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ടാണ് ബാലചന്ദ്രൻ പോകുന്നത് കേട്ടോ. ആ സമയത്ത് നമ്മുടെ അലീന ചോദിക്കുന്നുണ്ട്, അച്ഛനിത് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഒക്കെ ഞാൻ വന്നിട്ട് പറയാം എന്ന് പറയാണ്. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അലീന എങ്ങനെയെങ്കിലും പോയി കിട്ടിയാൽ മതി എന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ അലീനയോട് പറയണമെന്നില്ല, നിന്നെ പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടാണെന്നോ അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പോൾ സ്റ്റാൻലി അന്വേഷിച്ച് കണ്ടെത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ബാലചന്ദ്രൻ ഇറങ്ങി പുറപ്പെടുന്നത്. അതിന് മുൻപ് തന്നെ ബാലചന്ദ്രൻ നമ്മുടെ ഗംഗേട്ടനെ വിളിച്ചിട്ട് അന്ന് സ്റ്റാൻലിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. എന്നാലും ഒന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഗംഗേട്ടനെ വിളിച്ചിട്ട് സ്റ്റാൻലിയുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഗംഗേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാ എന്ന് ചോദിക്കുന്ന സമയത്ത് അതൊക്കെ ഒരു ആവശ്യമുണ്ട് ഗംഗേട്ടൻ പറഞ്ഞെന്ന അഡ്രസ്സിലൊന്നും മാറ്റമില്ലല്ലോ എന്ന് ചോദിക്കുക കേട്ടോ. ഇല്ല, മാറ്റമൊന്നുമില്ല, അന്നത്തെ അഡ്രസ്സ് അതായിരുന്നു, ഇന്നിപ്പോൾ എവിടെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, എന്താണെങ്കിലും പുനലൂര് പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും എന്ന് പറയാട്ടോ. അപ്പോൾ അവിടെയാണ് നമ്മുടെ സ്റ്റാൻലിയുടെ വീട് വരുന്നത്. അതായത് വേറെ വീടൊന്നുമല്ല, നമ്മുടെ ഷെറിൻ്റെ വീടുണ്ടല്ലോ, ഷെറിൻ്റെ വീട് തന്നെയാണ് നമ്മുടെ ലാലിച്ചൻ്റെ വീട് കേട്ടോ. അതായത് ലാലിച്ചൻ്റെ പെങ്ങളാണ്, ഇളയ സഹോദരിയാണ് ഷെറിൻ. അങ്ങനെ അതൊന്നും ഇവർക്കറിയത്തില്ലല്ലോ, ബാലചന്ദ്രൻ അറിയത്തില്ലല്ലോ. അങ്ങനെ ബാലചന്ദ്രൻ സ്റ്റാൻലി അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഈ അഡ്രസ്സ് അന്വേഷിച്ചിട്ടാണല്ലോ പോകുന്നത്. അങ്ങനെ ചെന്നെത്തുന്നത് ഈ ഷെറിൻ്റെ വീട്ടിലാട്ടോ. അപ്പോൾ അവിടെ ഉള്ളത് നമ്മുടെ ലാലിച്ചൻ്റെ അനുജനായിട്ടുള്ള ആ ചെറിയ അനുജനായിട്ടുള്ള നമ്മൾ അന്ന് കണ്ടില്ലായിരുന്നു ആൻസിയുടെ ഹസ്ബൻഡും ആൻസിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ആൻസി മാത്രമേ വീട്ടിലുള്ളൂ കേട്ടോ. അങ്ങനെ ആ വീട്ടിലേക്കാണ് ഇവർ എത്തിച്ചേരുന്നത്. അപ്പോൾ ആൻസിയോട് ചോദിക്കുന്നുണ്ട്, ഇത് സ്റ്റാൻലി ജോസഫിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ, എന്താ ആരാന്ന് ചോദിക്കുക കേട്ടോ. സ്റ്റാൻലി ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചേട്ടായി ഇവിടെയല്ല, ലാലിച്ചായൻ വേറെയാണ് താമസം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻസിയാണ് പറയുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മൾക്കിത് മനസ്സിലാവുന്നത്, ആൻസിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് ഷെറിൻ്റെ സഹോദരനാണെന്നുള്ളത് അപ്പോഴാണ് കാണിക്കുന്നത്. അപ്പോൾ എവിടെയാണ് താമസം എന്നൊക്കെ ചോദിക്കുമ്പം ആൻസിയാണ് അഡ്രസ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആരാ എവിടുന്നാന്നൊക്കെ ആൻസി ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് വരുന്നത്, ഞാൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പരിചയം എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ സുഹൃത്താണ്, പക്ഷേ ഒരുപാട് നാളായി കണ്ടിട്ട്, അതുകൊണ്ടാണ് ഈ അഡ്രസ്സാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാട്ടോ. എൻ്റെ കോൺടാക്ട്സ് ഒന്നും ഇല്ല ഇപ്പോൾ, അതുകൊണ്ടാണ് നമ്പറൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇവിടേക്ക് വന്ന് അന്വേഷിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആൻസി നമ്പറും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ അഡ്രസ്സൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ അവിടെ നിന്ന് നമ്മുടെ സ്റ്റാൻലി അന്വേഷിച്ച് സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രോബ്ലം ആയിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവിലാണ് സ്റ്റാൻലിയും താമസിക്കുന്നത്. അങ്ങനെ സ്റ്റാൻലിയെ കണ്ടെത്തുന്നുണ്ട് ബാലചന്ദ്രൻ. സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അന്വേഷിക്കുന്ന സമയത്ത്, അപ്പോൾ സ്റ്റാൻലിയുടെ വീട്ടിലേക്ക് ചെന്ന് അന്വേഷിക്കുന്ന സമയത്ത് അവിടെ ഭാര്യയും മക്കളുമാണ് ഉള്ളത്. അപ്പോൾ സ്റ്റാൻലി ഇവിടെയല്ലേ താമസം എന്നൊക്കെ ചോദിച്ച് അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് അവർ പറയുന്നത് സ്റ്റാൻലി ഇവിടേക്ക് വരാറില്ല, ഇപ്പോൾ കുറച്ച് നാളായി വന്നിട്ട് എന്ന് പറയട്ടോ. അപ്പോൾ അവിടെ ഇല്ല എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ആകെ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇനിയിപ്പോൾ എവിടെ പോയി അന്വേഷിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവരുടെ ഒരു പഴയ തറവാട് വീടുണ്ട്. അപ്പോൾ അവിടെയാണ് താമസം. അച്ഛൻ്റെ അമ്മയുടെയൊക്കെ കൂടെ, അമ്മയുടെ അല്ല അച്ഛൻ്റെ കൂടെ, അപ്പച്ചൻ്റെ കൂടെ അവിടെയാണ് താമസം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ അങ്ങോട്ടേക്കാണ് പോണത്.
അങ്ങനെ അവിടെ ചെന്നിട്ട് സ്റ്റാൻലിയെ കാണുകയാണ്. സ്റ്റാൻലിയെ കാണുമ്പോൾ ബാലചന്ദ്രന് ആദ്യമായിട്ടാണ് കാണുന്നത്, അതുപോലെ സ്റ്റാൻലിയും ബാലചന്ദ്രനെ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഞാൻ ബാലചന്ദ്രൻ കോട്ടയത്തു നിന്നാണ് വരുന്നത് എന്ന് പറയട്ടോ. എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് കുറച്ച് ഗൗരവമായിട്ടുള്ളൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറയണം. നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാം എന്ന് പറയട്ടോ. ഇവിടെ ഒന്ന് സംസാരിക്കലോ, അതിനെന്താ കാര്യം, നിങ്ങൾ കാര്യം പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ വേണ്ട, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതായിരിക്കും നല്ലത് എന്ന് പറയണം. അപ്പോൾ എന്നാൽ ശരി, നമുക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അവർ പുറത്തിറങ്ങി നിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഈ അപ്പച്ചനുണ്ട് കേട്ടോ, അതായത് സ്റ്റാൻലിയുടെ അച്ഛൻ ഉണ്ട്. അപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങി നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ സ്റ്റാൻലിയോട് പറയുന്നുണ്ട്, എൻ്റെ പേര് ബാലചന്ദ്രൻ, എന്നെ അറിയാൻ വഴിയില്ല, പക്ഷേ എൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ അറിയും എന്ന് പറയട്ടോ. അപ്പോൾ അങ്ങനെ സ്റ്റാൻലി ആണെങ്കിൽ ആകെ സംശയത്തോട് കൂടിയിട്ട് നോക്കുകയാണ് ബാലചന്ദ്രനെ. എന്നിട്ട് പറയുന്നുണ്ട്, ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഞാൻ ഇവിടെ വന്ന് പരിചയപ്പെടുമെന്നോ നിങ്ങളെ കാണേണ്ടി വരുമെന്നോ ഒരിക്കൽ പോലും വിചാരിക്കാത്ത ഒരാളാണ്. എൻ്റെ ജീവിതത്തിലേക്ക് നിങ്ങളെപ്പോലെ ഒരാൾ കടന്നു വരുമെന്ന് യാതൊരു ചിന്തയും ഒന്നും ഇല്ലാതിരുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ നിങ്ങൾ കാരണം എൻ്റെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്. വളരെ ഗൗരവക്കാരനാട്ടോ സ്റ്റാൻലി. അതായത് സ്റ്റാൻലിയുടെ ജീവിതത്തിലും സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അതിൻ്റെയൊക്കെ ഗൗരവത്തിലാണ് സ്റ്റാൻലി സംസാരിക്കുന്നത്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, എന്താണ് സംഭവം എന്ന് പറയൂ. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പേര് പറഞ്ഞാലോ എൻ്റെ വീട്ടുപേര് പറഞ്ഞാലോ ഒന്നും നിങ്ങൾ അറിയത്തില്ല, പക്ഷേ എൻ്റെ ഭാര്യയുടെ പേര് പറഞ്ഞാലും അവളുടെ വീട്ടുപേര് പറഞ്ഞാലും നിങ്ങളൊരു പക്ഷേ അറിഞ്ഞേക്കാം എന്ന് പറയട്ടോ. അപ്പോൾ എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആഗ്ര കണ്ടോൺമെൻറ്റിലായിരുന്നില്ലേ കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നത്, സേവനം ചെയ്തിരുന്നതെന്ന് ചോദിക്കുക കേട്ടോ. അതെ എന്ന് പറയണം. ആ സമയത്ത് നിങ്ങൾ ഒരു ഗംഗാധര മേനോൻ്റെ കീഴിലായിരുന്നില്ലേ വർക്ക് ചെയ്തിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ സ്റ്റാൻലിക്ക് ആകെ എന്തൊക്കെയോ ഡൗട്ടുകൾ തോന്നുകയാണ്. എന്തായിരിക്കാം ബാലചന്ദ്രൻ പറയാൻ പോണത്. ഗംഗാധര മേനോനെ കുറിച്ച് പറയുമ്പോൾ തന്നെ മുഖം ചുവന്നു തുടക്കുന്നുണ്ട്. എന്താ കാര്യം, നിങ്ങൾ പറയൂ, എന്താ കാര്യം എന്ന് പറയൂ എന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഗംഗാധര മേനോൻ്റെ ഒരു സഹോദരി ആ സമയത്ത് അവിടെ താമസിക്കാനായിട്ട് വന്നിരുന്നു. നിങ്ങളുമായിട്ട് നല്ല പരിചയത്തിലാവുകയും നിങ്ങൾ പ്രണയത്തിലാവുകയും ചെയ്തിട്ടില്ലേ എന്ന് ചോദിക്കട്ടോ. അത് കേട്ടതും സ്റ്റാൻലി വീണ്ടും ആശയക്കുഴപ്പത്തിലാവുണ്ട്. നിങ്ങൾ വന്ന കാര്യം പറയൂ മിസ്റ്റർ, ഇങ്ങനെ ഇട്ട് പഴയ ചരിത്രങ്ങളിലേക്ക് പോവാതെ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ പറയും കേട്ടോ. നിങ്ങളിങ്ങനെ ദേഷ്യപ്പെടാതെ ഞാൻ പറയട്ടെ എന്ന് പറയണം. ആ ഗംഗാധര മേനോൻ്റെ സഹോദരിയായ വൈജയന്തിയുടെ ഭർത്താവാണ് ഞാൻ എന്ന് പറയണം. അത് കേട്ടതും സ്റ്റാൻലി ആകെ ഷോക്കായി പോവാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ പഴയ കാമുകിയായ വൈജയന്തിയുടെ ഭർത്താവാണെന്ന് കേൾക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ കഥകളൊക്കെ അറിഞ്ഞിട്ടാണ് ബാലചന്ദ്രൻ വന്നിരിക്കുന്നത് എന്നുള്ളത് സ്റ്റാൻലിക്ക് ഉറപ്പാണ്. പക്ഷേ സ്റ്റാൻലി പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ബാലചന്ദ്രൻ പറയാൻ പോകുന്നത്. സ്റ്റാൻലിക്ക് ഒരു അറിവുമില്ല കേട്ടോ വൈജയന്തി ഗർഭിണിയായിരുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും യാതൊരു അറിവുമില്ല കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, ശരിക്കും ഭാര്യയുടെ പഴയ കാമുകനെ കണ്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഒരു പക്ഷേ ഞാൻ പൊട്ടിത്തെറിച്ചു പോയേക്കാം, അല്ലെങ്കിൽ ആകെ ശരിക്കും നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യമൊക്കെ എനിക്കുണ്ട്. എൻ്റെ ഭാര്യയുടെ പഴയ കാമുകനായതുകൊണ്ട് മാത്രമല്ല, അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവളുടെ ജീവിതം നശിപ്പിച്ചതിലൊക്കെയുള്ള ഒരുപാട് ദേഷ്യമൊക്കെ എനിക്കുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെ അവളുടെ ജീവിതം നശിപ്പിച്ചു എന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. നിങ്ങളല്ലേ അവളുടെ ജീവിതം നശിപ്പിച്ചത്, വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകി ഒരുമിച്ച് താമസിക്കുക വരെ ചെയ്തില്ലേ നിങ്ങൾ എന്ന് ചോദിക്കുകയാണ്. അതോടെ കേട്ടപ്പോൾ സ്റ്റാൻലി ഷോക്കാവാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത്, ഇതൊക്കെ ആരാ നിങ്ങളോട് പറഞ്ഞത്, വൈജയന്തിയാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരിക്കലും അങ്ങനെ പറയത്തില്ലല്ലോ എന്ന് പറയട്ടോ. അവൾ എങ്ങനെയാണ് പറയുക അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എന്നുള്ളത് എന്ന്. പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി ഞാനും വൈജയന്തിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഞങ്ങൾ ഒരുമിച്ച് താമസിച്ചിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കണം. അതിന് ഏറ്റവും വലിയ തെളിവ് വേറെ എവിടെയും തേടി പോകേണ്ട, എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ ഇയാൾക്കൊന്നും മനസ്സിലാവുന്നിട്ടില്ല കേട്ടോ, ബാലചന്ദ്രൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നൊന്നും. അപ്പോൾ സ്റ്റാൻലി ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നത്, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ തമ്മിലുള്ള അവിഹിതത്തിൽ പിറന്ന ഒരു സന്തതി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറയട്ടോ. അത് കേട്ടതും സ്റ്റാൻലി ആകെ ഷോക്കായി പോവാണ്. ബാലചന്ദ്രൻ എന്താണ് ഈ പറഞ്ഞത്, വെറുതെ ഓരോന്ന് വിളിച്ച് പറയരുത് എന്ന് പറയട്ടോ. ഞാൻ വെറുതെ ഓരോന്ന് വിളിച്ച് പറഞ്ഞതല്ല, ഉള്ള സത്യമാണ് പറഞ്ഞത്. നിങ്ങളുടെ മകൾ അലീന എൻ്റെ വീട്ടിൽ എൻ്റെ മകളായിട്ട് ഇപ്പോൾ താമസിക്കുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ ആകെ കൺഫ്യൂസ്ഡ് ആവണം, എന്താ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയാണ് സ്റ്റാൻലിയോട്. അപ്പോൾ വൈജയന്തിയുടെ ഈ കാര്യങ്ങളൊന്നും അലീനയുടെ കാര്യങ്ങളൊന്നും വൈജയ്ക്ക് അറിയില്ല എന്നും ബാലചന്ദ്രൻ ഇതെങ്ങനെയാണ് അറിഞ്ഞതെന്നും എങ്ങനെയാണ് അലീന അവരുടെ വീട്ടിലേക്ക് എത്തിച്ചേർന്നതെന്നും അലീനയ്ക്ക് വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നും ഒക്കെ
പറയുന്നുണ്ട്. ഇനിയും അതെല്ലാം കൂടി കേട്ടിട്ട് സ്റ്റാൻലി ആകെ ഷോക്കായി പോവാണ്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എനിക്ക് അലീനയെ അവിടെ നിർത്താൻ പറ്റത്തില്ല. കാരണം ഇത്രയും നാളും ഞാൻ ഒരുപാട് ശ്രമിച്ചു അലീനയെ അവിടെ പിടിച്ചു നിർത്താനായിട്ട്. എൻ്റെ മകളായിട്ടാണ്, അല്ലാതെ വേറൊരു രീതിയിലുമല്ല ഞാൻ അലീനയെ കണ്ടിട്ടുള്ളത്. എൻ്റെ സ്വന്തം മകളായിട്ടാണ് അവളെ ഞാൻ കണ്ടതും അവളെ ഞാൻ നോക്കുന്നതും അവളെ ഞാൻ സ്നേഹിക്കുന്നതും. പക്ഷേ ഇനിയും ഞാൻ അങ്ങനെ തുടർന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കുടുംബം നഷ്ടപ്പെടും. അതുകൊണ്ട് അവളെ എനിക്ക് തെരുവിലേക്ക് ഇറക്കി വിടാൻ പറ്റത്തില്ല, വേറെ എവിടെയും കൊണ്ടുപോയി കളയാൻ പറ്റത്തില്ല. അവളെ ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവളെ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്, എനിക്കറിയാം. അവളുടെ അതേ അനാഥാലയത്തിൽ വളർന്ന അവളുടെ അനിയത്തിയുണ്ട്. ആ അനിയത്തി മീൻസ് അവിടെ വളർന്നൊരു കുട്ടിയുണ്ട്. അവരുടെ വീട്ടുകാർ അവളെ ഏറ്റെടുക്കും. പക്ഷേ അങ്ങനെ ആരുടെയെങ്കിലും കയ്യിൽ എനിക്ക് അവളെ ഏൽപ്പിക്കാൻ പറ്റത്തില്ല. അവളെ ഞാൻ ഏൽപ്പിക്കണമെങ്കിൽ അവളിൽ ഉത്തരവാദിത്തമുള്ള ഒരാളുടെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ തേടി വന്നത് എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേട്ടതും സ്റ്റാൻലി ആകെ പകച്ചു പോകും കേട്ടോ. എന്ത് ചെയ്യും എന്നോർത്തിട്ട് സ്റ്റാൻലി പറയുന്നുണ്ട്, മിസ്റ്റർ, എനിക്കും ഒരു കുടുംബമുണ്ട്, ഞാൻ എങ്ങനെ അവളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും എന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയത്തില്ല. ഇതൊക്കെ ഓർക്കണമായിരുന്നു, ആദ്യമേ ഓർക്കണമായിരുന്നു. നിങ്ങൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് പിന്നെ അവളെ ചതിച്ചിട്ട് പോയത് എന്ന് ചോദിക്കുക കേട്ടോ. ഞാൻ ഒരിക്കലും വൈജയെ ചതിച്ചതല്ല. എൻ്റെ ജീവിതത്തിൽ എന്താ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയണ്ട, എനിക്കൊന്നും അറിയാൻ താല്പര്യമില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി, അലീനയെ നിങ്ങൾ ഏറ്റെടുക്കുമോ ഇല്ലയോ? ഇല്ല എങ്കിൽ അലീനയുമായി ഞാൻ വേറെ എവിടെയെങ്കിലും മാറി താമസിക്കും. എൻ്റെ കുടുംബം നശിച്ചാലും വേണ്ടില്ല, ഞാൻ അവളെ ഒരിക്കലും കൈവിടത്തില്ല. പക്ഷേ നിങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകൾ കാരണം എൻ്റെ കുടുംബം നശിച്ചു പോകില്ല. അതായത് അവൾ കാരണം എൻ്റെ കുടുംബം തകരുന്നു എന്നല്ല ഞാൻ പറഞ്ഞത്. സ്വന്തം മകളാണെന്നറിയാതെ അവളോട് സ്വന്തം അമ്മ എടുക്കുന്ന ആ ഒരു ദുഷ്പ്രവൃത്തി നിർത്തലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അല്ലാതെ അലീന എനിക്കൊരു ഭാരമായിട്ടല്ല. ഒരിക്കലും അലീന എനിക്കൊരു ഭാരമാകത്തില്ല. എൻ്റെ 3 മക്കളെ പോലെ തന്നെ എൻ്റെ മൂത്ത മകളാണ് അവൾ. അതുകൊണ്ട് എനിക്ക് അവൾ ഒരിക്കലും ഭാരമാകത്തില്ല എന്ന് പറയട്ടോ. അപ്പോൾ സ്റ്റാൻലി പറയുന്നുണ്ട്, ശരി, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം, അലീനയെ ഞാൻ കൊണ്ടുവരാം. പക്ഷേ എൻ്റെ ഫാമിലി തന്നെ ആകെ ഒരു പ്രോബ്ലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ തൽക്കാലം മകളാണെന്നും പറഞ്ഞ് കൊണ്ടു ചെല്ലാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ നാണമില്ല നിങ്ങൾക്ക് ഇങ്ങനെ പറയാനായിട്ട്? ഒരു മകളെ ഉണ്ടാക്കിയിട്ട് ഒരു പെണ്ണിനെ നശിപ്പിച്ചിട്ട് ഒരു ഗർഭം ഉണ്ടാക്കിയിട്ട് കടന്നു കളഞ്ഞതും പോരാ, ഇപ്പോൾ ആ മകൾ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ അവളെ ഏറ്റെടുക്കാൻ പോലുമുള്ള ഒരു നട്ടലില്ലാത്ത മനുഷ്യനാണോ നിങ്ങൾ എന്നൊക്കെ ചോദിച്ച് ബാലചന്ദ്രൻ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോൾ, അതുകൊണ്ടല്ല ബാലചന്ദ്ര, എനിക്ക് അതിന് കുറച്ച് സമയം വേണം. ഞാൻ എന്തായാലും നിങ്ങളെ വിളിക്കാം, നിങ്ങളുടെ നമ്പർ ഒന്ന് തന്നിട്ട് പോകും. ഒരുപാട് വെയിറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് അവളെ എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കണം എന്ന് പറയട്ടോ. ശരി, ഞാൻ വിളിക്കാം നിങ്ങളെ എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ഷെയ്ഖാൻ്റെ അടുത്ത് പിരിയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷമാണ് ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അലീന ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരാളെ കാണാൻ വേണ്ടി പോയതായിരുന്നു എന്ന് പറയാണ് ബാലചന്ദ്രൻ. ആരും അച്ഛൻ കാണാൻ പോയതെന്ന് ചോദിക്കുക. അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം നിന്നോട്. 2 ദിവസത്തിനുള്ളിൽ നീ ഇവിടെ നിന്ന് പോകാൻ റെഡി ആയിക്കോ എന്ന് പറയട്ടോ. അച്ഛൻ എന്താ ഈ പറയണത്? എങ്ങോട്ട് പോകാൻ, എങ്ങോട്ടാ എന്താണെന്നൊക്കെ ഞാൻ പറയാം. തൽക്കാലം നീ ഇത്രമാത്രം അറിഞ്ഞാൽ മതി. 2 ദിവസത്തിനുള്ളിൽ നീ പോകാൻ വേണ്ടി റെഡി ആയിക്കോ, നിന്നെ വിളിക്കാനായിട്ട് ആൾ വരും, അല്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി ആക്കും എന്ന് പറയട്ടോ. അത് കേട്ടതും അലീന ആകെ ഷോക്കായി പോവാണ്. എന്താ അവിടെ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാതെ ആകെ വിഷമിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും അറിയത്തില്ല അലീനയ്ക്ക് അച്ഛൻ്റെ അടുത്തേക്കാണ് പോകണമെന്നൊന്നും അലീന അറിയുന്നില്ല കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ മനുവിനെ വിളിക്കുന്നുണ്ട്. മനുവിനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ നിന്നോട് ചോദിക്കാതെ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് മനു, കാര്യം ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയട്ടോ. എന്താ അങ്കിൾ, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അലീനയെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ തീരുമാനിച്ചു എന്ന് പറയണം. അങ്ങനെ മനു ചോദിക്കുന്നുണ്ട്, അങ്കിൾ എന്തൊക്കെയാണ് പറയണത്, അലീനെ എങ്ങോട്ടേക്കാണ് പറഞ്ഞയക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് മനു, ഞാൻ നിന്നോട് നേരിട്ട് പറയാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ബാലചന്ദ്രൻ തന്നെ മക്കളെയും അതുപോലെ വൈജയൻ്റെ അടുത്തൊക്കെ വന്നിട്ട് പറയുന്നുണ്ട്, ഇനി അലീന ആർക്കും ബുദ്ധിമുട്ടാവത്തില്ല, അലീന ഇവിടെ നിന്ന് പോവുകയാണ്, അലീനയെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല എന്ന് തന്നെ പറയട്ടോ. അപ്പോൾ അവർക്കൊക്കെ സന്തോഷമാവുന്നുണ്ട്. പക്ഷേ കൃഷ്ണമോൾക്കാണ് ഭയങ്കര വിഷമം, ചേച്ചി പോവാണ് എന്ന് കേട്ടപ്പോൾ കേട്ടോ. അപ്പം അച്ഛനോട് അച്ഛൻ എന്തൊക്കെയാണ് പറയണത്, ചേച്ചി എങ്ങോട്ടേക്ക് പറഞ്ഞേക്കാനെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് മോളെ, ഞാൻ നിന്നോട് പിന്നീട് പറയാമെന്ന് പറയാണ് ബാലചന്ദ്രൻ. അങ്ങനെ നമ്മുടെ അലീനയെ കൂട്ടിയിട്ട് ബാലചന്ദ്രൻ പിന്നീട് 2 ദിവസം കഴിയുമ്പോൾ നമ്മുടെ സ്റ്റാൻലി വിളിക്കുന്നുണ്ട് കേട്ടോ. ബാലചന്ദ്രനെ സ്റ്റാൻലി വിളിക്കുന്നുണ്ട്, പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാം, അവളെ ഞാൻ ഏറ്റെടുത്തോളാം, പക്ഷേ തൽക്കാലത്തേക്ക് അവളെ എനിക്ക് എൻ്റെ മകളാണെന്നും പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. എൻ്റെ ഒരു സഹോദരി വയ്യാതെ കിടക്കുന്നുണ്ട്, എന്താണെങ്കിലും അവളൊരു ഹോം നേഴ്സിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്നതല്ലേ, അതിൻ്റെ സഹോദരിയെ നോക്കാൻ എന്ന പേരിൽ ഞാൻ അവളെ തൽക്കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്നോളാം എന്ന് പറയട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സ്വന്തം മകളെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാം, പക്ഷേ
നിങ്ങൾ അവളെ ഉപേക്ഷിക്കാനോ അവൾക്ക് അവിടെ എന്തെങ്കിലും വിഷമം വരുത്താനോ പാടില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ജനിപ്പിച്ചത് നിങ്ങളാണെങ്കിലും എൻ്റെ മകളാണ് അവൾ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട്. ബാലചന്ദ്രൻ എന്നെ ഒന്ന് മനസ്സിലാക്കണം എന്ന് സ്റ്റാൻലി പറയുമ്പോൾ ശരി എപ്പോഴാണ് ഞാൻ അവളെയും കൂട്ടിയിട്ട് വരേണ്ടത് എന്ന് ചോദിക്കണം. ഞാൻ അങ്ങോട്ടേക്ക് വരണോന്ന് സ്റ്റാൻലി ചോദിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ വൈജ കാണും, അതെല്ലാവരും അറിയും. അതുകൊണ്ട് ഞാൻ അലീനയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ ഫോൺ വെക്കണം. അതിനുശേഷം പിറ്റേ ദിവസം അന്ന് രാത്രിയിൽ അലീനയെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നാളെ നമ്മളൊരു യാത്ര പോവാണ്, നീ ഇന്നുകൂടി ഇവിടെയുള്ളൂ, നാളെ മുതൽ മറ്റൊരു വീട്ടിലാണ് താമസം എന്ന് പറയാട്ടോ. അത് കേട്ടിട്ട് അലീനയാൾക്ക് സങ്കടപ്പെട്ടുകൊണ്ട് അച്ഛൻ എന്തൊക്കെയാണ് പറയണത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അച്ഛൻ എന്നെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമെന്ന് ചോദിക്കുമ്പോൾ അതേ മോളെ, എനിക്ക് അതല്ലാതെ വേറെ വഴിയില്ല. ഇനിയും നിന്നെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ വലിയൊരു ദുരന്തം തന്നെ സംഭവിക്കും. അതുകൊണ്ട് നീ തൽക്കാലത്തേക്കൊന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത്. ഒരിക്കലും എൻ്റെ മനസ്സിൽ നിന്ന് നിന്നെ പറിച്ച് ഞാൻ നടത്തില്ല. കാരണം എൻ്റെ 3 മക്കളെ പോലെ തന്നെ എൻ്റെ മൂത്ത മകളാണ് നീ. അതുകൊണ്ട് ആ ഒരു സ്ഥാനത്തിനൊന്നും ഒരു മാറ്റവും വരത്തില്ല. പക്ഷേ കുറച്ച് നാളത്തേക്ക് നീ ഒന്ന് മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പറയട്ടോ. അച്ഛൻ എങ്ങോട്ടേക്കാണ് അച്ഛൻ പോണത്, എവിടേക്കാണെന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട്, ഞാൻ പറയാം, പോകുന്ന വഴി പറയാം എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ബാലചന്ദ്രൻ അലീനയോട് അങ്ങനെ യാത്രയ്ക്ക് റെഡി ആവാനായിട്ട് പറയണം. പിറ്റേ ദിവസം അലീനയെ കൂട്ടിയിട്ട് പോവാട്ടോ. ബാലചന്ദ്രൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. എല്ലാവരുടെ മുഖത്തും സന്തോഷമാണ്, കൃഷ്ണമോൾക്ക് സങ്കടമാണ്. അങ്ങനെ ബാലചന്ദ്രൻ അലീനയും കൂട്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയാണ് ബാലചന്ദ്രൻ പറയുന്നത്, ഞാൻ നിന്റെ സ്വന്തം അച്ഛൻ്റെ കൈകളിലാണ് ഏൽപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അലീന ആകെ ഞെട്ടിപ്പോവാണ്. അച്ഛൻ എന്തൊക്കെയാണ് പറയണത്? അതെ, നിൻ്റെ സ്വന്തം അച്ഛനെയാണ് ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോണത്. പണ്ട് ഞാനൊരു പേര് പറഞ്ഞായിരുന്നു, നീ ഓർക്കുന്നുണ്ടോ? അലീന സ്റ്റാൻലി എന്ന്. അതെ, അച്ഛൻ പറഞ്ഞായിരുന്നു. അന്ന് അലീന ബാലചന്ദ്രൻ എന്ന് പറഞ്ഞായിരുന്നു എന്ന് പറയാട്ടോ. സ്റ്റാൻലി ജോസഫ് എന്നാണ് നിൻ്റെ അച്ഛൻ്റെ പേര്. റിട്ടയർഡ് ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷേ അവിടെയും നിനക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. കാരണം നിന്നെ അച്ഛൻ മകളായിട്ടല്ല വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത്. പിന്നെ ആലിനയാകെ ഷോക്കായി പോവാണ്. നിൻ്റെ അച്ഛനൊരു സഹോദരിയുണ്ട്, കുറച്ച് മെൻ്റലി പ്രോബ്ലം ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവരെ നോക്കാനെന്ന രീതിയിലാണ് നിന്നെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ മാത്രമേ നിൽക്കാൻ പാടുള്ളൂ എന്ന് തന്നെ പറയാട്ടോ ബാലചന്ദ്രൻ അലീനയോട്. അപ്പോൾ അലീന അതൊക്കെ മൂളി കേൾക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാലും തൻ്റെ അച്ഛനെ കാണാലോ എന്നുള്ളൊരു സന്തോഷത്തിൽ ആണ് അലീന. അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ നമ്മുടെ സ്റ്റാൻലിയുടെ മുന്നിലേക്ക് കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ സ്റ്റോറി. അപ്പോൾ ഇനി സ്റ്റാൻലിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അലീനയും സ്റ്റാൻലിയും തമ്മിൽ കാണുന്നതും അവർ തമ്മിൽ സംസാരിക്കുന്നതും ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒരു നെക്സ്റ്റ് എപ്പിസോഡിൽ ഞാൻ പറഞ്ഞ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡായിട്ട് നെക്സ്റ്റ് സ്റ്റോറി ആയിട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.